ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ചയിൽ ഉന്നതരും പ്രതികളായേക്കും. കവർച്ചയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചനയെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോറ്റിയുടെ മൊഴിയിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പോറ്റിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അന്വേഷണ സംഘത്തിന് എന്തൊക്കെ വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ ലഭിച്ചു എന്ന് പുറത്തുള്ള നമുക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. കാരണം അന്വേഷണ സംഘം ഒന്നും വിട്ട് പറയുന്നില്ല. നിലവിലുള്ളതെല്ലാം അനുമാനങ്ങളാണ്. പോറ്റി ഈ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ടോ? പോറ്റിയുടെ പുതിയ വെളിപ്പെടുത്തൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പോറ്റി കഴിഞ്ഞ ദിവസം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. അതായത് തന്നെ കുടുക്കിയവരും നിയമത്തിൻ്റെ മുന്നിൽ വരും, കുടുക്കിയവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ അവരെ SIT കണ്ടെത്തും എന്നാണ് പറഞ്ഞത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാപ്പുസാക്ഷിയാക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങ് എന്തുറപ്പാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊടുത്തത് എന്നറിയില്ല. പക്ഷേ എങ്കിലും ചോദ്യം ചെയ്യലുമായിട്ട് സഹകരിക്കുന്നുണ്ടോ? കൂടുതൽ വെളിപ്പെടുത്തലുകൾ പോറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും സൂചനകൾ? കഴിഞ്ഞ ദിവസം പുറത്തു വന്നതും പിന്നെ ഇന്ന് രാവിലെ പുറത്തു വന്നതിനെ കുറിച്ചും അപ്പുറത്തേക്കുള്ള സൂചനകളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ വീണ്ടും പുനരാരംഭിച്ചത്. താഴത്തെ മുറിയിൽ, പ്രത്യേക മുറിയിൽ പാർപ്പിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉദ്യോഗസ്ഥർ, അന്വേഷണ സംഘത്തിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഉദ്യോഗസ്ഥരുള്ള ഭാഗത്തേക്ക് അല്പസമയം മുൻപ് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ചോദ്യം ചെയ്യൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചോദ്യം ചെയ്യലിലായിരിക്കും ഇനി കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചറിയുക. കഴിഞ്ഞ ദിവസം പുറത്ത് വന്നതുപോലെ തന്നെയുള്ള വിവരങ്ങൾ, പ്രത്യേകിച്ച് ഒന്ന് ഈ പൊരുത്തക്കേടുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ ആദ്യഘട്ടം മുതലുള്ളത് എന്നുള്ളൊരു ആരോപണം നിലനിന്നിരുന്നു. അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘം ചോദിച്ചുകൊണ്ടിരിക്കുന്നതും. ഒപ്പം ഇന്ന് ഈ ഗൂഢാലോചന സംബന്ധിച്ച് കേരളത്തിന് വെളിയിൽ ഗൂഢാലോചന നടന്നു. 5 അംഗ സംഘം ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്നു തുടങ്ങിയിട്ടുള്ള, അതായത് കൽപേഷ് അടക്കമുള്ളവർ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി കൊടുത്തായിട്ടുള്ള സൂചനകളാണ് പുറത്ത് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഇതിൽ അനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തന്നെ കുടുക്കിയവരൊക്കെ കൊടുക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ അതിന് പിന്നിൽ ചില സൂചനകൾ, ചിലർക്കുള്ള മുന്നറിയിപ്പുകളൊക്കെയാണ്. കാരണം തന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു നടപടിയിലേക്ക് താൻ ആരുടെയൊക്കെ ഭാഗമായി, അല്ലെങ്കിൽ ആരൊക്കെ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായി, അതിൽ ദേവസ്വം ബോർഡിൻ്റെ ഉന്നതരാരൊക്കെയുണ്ട്, അക്കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നുള്ള, അന്വേഷണ സംഘത്തോട് തന്നെ പറയുമെന്നുള്ള ഒരു സൂചന കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഉന്നതരാരൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അന്വേഷണ സംഘം കണ്ടെത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നതിൽ ഈ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അതിൽ പല തലത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ഒന്ന് സ്വർണം ഉരുക്കി മാറ്റുന്നതിനെ പറ്റിയുള്ള ആലോചന, സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള വിഷയം. പക്ഷേ അതോടൊപ്പം തന്നെ ശബരിമലയിൽ നിന്ന് ഈ സ്വർണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം, അതിനൊക്കെ ആദ്യഘട്ടം മുതൽ നടന്ന ചർച്ചകൾ, അതിൻ്റെ ഗൂഢാലോചനകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അതോടൊപ്പമാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ അറിവില്ലാതെ, അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരുന്ന ആ ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെ അനുമതിയില്ലാതെ ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അവരും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ തന്നെ ജനം TV മുന്നിലിട്ട് വെക്കുന്ന കാര്യം. ആ ഒരു രീതിയിലേക്ക്, ആ അന്വേഷണത്തിന്റെ ആ ഘട്ടത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമ്മൾ ഏറെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഡീലിൽ തനിക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, ലാഭമൊന്നും ഉണ്ടായിട്ടില്ല, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അന്വേഷണ സംഘത്തോട് പോറ്റി പറഞ്ഞതായി അറിയുന്നു. അങ്ങനെയെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഈ കൂടുതൽ പങ്ക് അടിച്ചു മാറ്റിയവർ ആരാണ്? ആരിലേക്ക് ഒക്കെയാണ് പോയിരിക്കുന്നത്? ഇപ്പോൾ നോക്കൂ, ഉന്നതർ കുടുങ്ങും, ഈ കേസിൽ പ്രതികളാകും എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഉന്നത എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ അറസ്റ്റ് റിപ്പോർട്ടിൽ നിന്നും റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അറിയേണ്ടത്, ദേവസ്വം ബോർഡിലെ ഉന്നതർ, ദേവസ്വം ജീവനക്കാരിലേക്ക് അന്വേഷണം എത്തുമെന്നത് ശരിയാണ്. പക്ഷേ ദേവസ്വം ബോർഡിലെ ഉന്നതർ, അവർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം വൈക്കാരിയസ് ലയബിലിറ്റി അത് അവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പ്രതികളാക്കാം എന്നുള്ളതാണ് നിയമവിദഗ്ധർ പറയുന്നത്. പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആ ഒരു തലത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനാവുമോ?
അനിൽ, ഞാൻ മുൻപ് സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം ഈ ബോർഡിൻ്റെ അറിവോ അനുമതിയോ കൂടാതെ ഈ സ്വർണം കൊടുത്തുവിടുന്ന ഒരു നടപടിക്രമത്തിലേക്ക് ഒരു തരത്തിലും ശബരിമലയിൽ ഒരു ഉദ്യോഗസ്ഥനും പോകാൻ കഴിയില്ല എന്നുള്ളതാണ് സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുമുണ്ട്. പ്രത്യേകിച്ച് ഈ സ്വർണം കൊടുത്തുവിടാൻ തീരുമാനമെടുക്കുന്ന ബോർഡ് യോഗം ഏതാണോ ഈ ബോർഡ് യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അവർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള അനുമാനത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും അവർക്കെതിരെയും ഈ അന്വേഷണം നടക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ കോടതിയുടെ മേൽനോട്ടമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യഘട്ടം മുതൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിലും ചില മെല്ലെപ്പോക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരുടെ അന്വേഷണം എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് എത്രത്തോളം ഈ ദേവസ്വം ബോർഡിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇതര രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനോ കഴിയുമെന്നുള്ള സാഹചര്യവും അവിടെ നിലനിൽക്കുന്നു. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെടുന്ന ഒരു കാര്യം, ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുറച്ച് ഉദ്യോഗസ്ഥരും പെടുന്നതിനപ്പുറത്തേക്കുള്ള ആളുകളിലേക്ക് ഈ സംഘത്തിൻ്റെ പരിശോധന അല്ലെങ്കിൽ അന്വേഷണം പോകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം. അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ SITയുടെ അന്വേഷണവും കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പ്രയോജനമൊന്നുമില്ല എന്നൊരു അനുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും. അപ്പോൾ നേരത്തെ പല രാഷ്ട്രീയ സംഘടനകളും BJP അടക്കമുള്ള സംഘടനകൾ ഹൈന്ദവ സംഘടനകൾക്കും ഉന്നയിച്ചതുപോലെ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണ്ടി വരുമോ ഇക്കാര്യത്തിൽ എന്നുള്ള ഒരു രീതിയിലേക്കുള്ള സംശയങ്ങളും ആ ഘട്ടത്തിൽ വരും. പക്ഷേ അതൊക്കെ നമുക്കിനിയും പറയേണ്ടത് കുറേ കഴിഞ്ഞാണ്. കാരണം ഈ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിലുള്ള നടപടിക്രമങ്ങൾ, ഈ ഘട്ടത്തിലുള്ള മുന്നോട്ട് പോക്കൊക്കെ വിലയിരുത്തിയതിനു ശേഷം മാത്രമേ പ്രത്യേക അന്വേഷണ സംഘവും കൃത്യമായ വേഗത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ കഴിയും. കാരണം നേരത്തെ ഈ കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം എത്രയോ കഴിഞ്ഞാണ് പ്രതികളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി എടുക്കുന്ന ഒരു നടപടിയിലേക്ക് പോലും അന്വേഷണ സംഘം പോയത് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും അന്വേഷണ സംഘം നിലവിൽ പരിശോധന തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ആണ് ചോദ്യം ചെയ്യ തുടരുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയതായി അറിയുന്നു. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.